ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പാറൂസ് ക്രിയേഷൻ. അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള പടിഞ്ഞാറ് നിങ്ങൾക്കറിയാമോ, അല്ലെങ്കിൽ ശിവൻ്റെ അമ്പലം നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ അതിനടുത്തുള്ള പടിഞ്ഞാറാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. കമോൺ ലെറ്റ്സ് ഗോ. ഇതൊക്കെ എൻ്റെ ഒപ്പം ഒരാളും കൂടി ഉണ്ട്. ഇതെൻ്റെ കസിനാണ്, പേര് പൊന്നു എന്നാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇവിടെ നിന്ന് നടന്ന് പോകുമ്പോൾ ഇവിടെ ഒരു റോഡ് ഉണ്ട്, കണ്ടോ? ഇവിടെ തന്നെ ഒരു പോസ്റ്റും ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. എന്താ തന്നെ ഒരു പോസ്റ്റ് ഇപ്പോൾ പുതുതായിട്ടാക്കിയതാണ്. പിന്നെ ഇവിടെ ഒരു റോഡുണ്ട്. ഇതായിരുന്നു പണ്ടത്തെ നമ്മുടെ കലാവിരുദ്ധങ്ങളുടെ ഒരു മതിൽ എന്ന് പറയുന്നത്. ഇപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് വേറൊരു സ്ഥലത്ത് അങ്ങ് അവിടെയാണ് നമ്മൾ ആക്കിയത്. അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് നേവൽ അക്കാദമി, ഏഴുമല നാവൽ അക്കാദമിയുടെ ബോർഡറാണ്. കണ്ടോ ഇവിടെ വേലിയൊക്കെ ഉള്ളത് ഇവിടെയാണ്. ഇത് പടിഞ്ഞാറാണ് കേട്ടോ. ഇതാണ് സൂര്യനൊക്കെ കണ്ടോ. അപ്പോൾ ഇവിടെ നിന്ന് നേരെ നടന്നിട്ട് പോയാൽ ഇവിടെയും കുറേ മതിലുകളുണ്ട്. ഇതിലാണ് നമ്മൾ പറഞ്ഞത് നമ്മുടെ കലാവിരുദ്ധങ്ങൾ ഉണ്ടെന്ന്. ഇതാ കണ്ടോ, ഈ ഒരു മതിലിലാണ് നമ്മുടെ കലാവിരുദ്ധങ്ങൾ ഉള്ളത്. ഇതിൽ മുഴുവൻ എൻ്റെ കസിൻസൊക്കെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. എൻ്റെ പേര് മാത്രം ഒരാളും എഴുതിയിട്ടില്ല. അത് ഞാൻ തന്നെ ഇന്നലെ എഴുതിയതാണ്. ഇതൊക്കെ അവർ ഒരുമിച്ചിട്ട് എഴുതിയതാണ്. എപ്പോഴാണ് നാവലുകാരുടെ അടുത്തുനിന്ന് ചീത്ത കിട്ടലെന്ന് എനിക്ക് ഒരു പിടിയുമില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നമുക്ക് യാത്ര ചെയ്ത് പോകാം. അപ്പോൾ ഇവിടെയും ഒരു വലിയൊരു പോസ്റ്റ് ഉണ്ട്. അതെപ്പോഴാണാവോ വീഴുന്നതെന്ന് അറിയത്തില്ല. എന്നിട്ട് ഇവിടെയൊക്കെ മതിലാണ്. എന്നിട്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ ശിവൻ്റെ അമ്പലം നിങ്ങൾക്കറിയാമല്ലോ. അതാ ശിവൻ്റെ അമ്പലം, ഇതോ കണ്ടോ. ഓക്കെ, ഇങ്ങോട്ട് പോയാൽ ഒരു ശിവൻ്റെ അമ്പലം ഉണ്ടാകും. ഇവിടെ ഒരാൾ ഇവിടെ വീഡിയോസ് എടുത്തോണ്ടിരിക്കുകയാണ്. ഇവിടെ ബണ്ണാരുണ്ട്. അവിടെ ഒരു ബണ്ണാരം നിങ്ങൾ കണ്ടോ. പിന്നെ അതാണ് എൻ്റെ വീട്. ഇതാണ് നമ്മൾ പറഞ്ഞ പ്രകൃതി രമണീയമായ നമ്മുടെ പടിഞ്ഞാറ്. നമ്മൾ എല്ലാ കാര്യത്തിനും ഈ ഒരു ഭാഗത്തേക്കാണ് വരുന്നത്. ഇവിടെ നല്ല ഷെൽട്ടറാണ്, നല്ല സുഖമാണ്. എത്ര വെയിലുണ്ടെങ്കിലും നമുക്ക് ഇവിടെ നിന്നാൽ അറിയത്തില്ല. ഇത് നമ്മളിവിടെ നിന്ന് പണ്ട് കുട്ടികളുണ്ടാകുമ്പോൾ, കുഞ്ഞ പിള്ളേരൊക്കെ ഉണ്ടാകുമ്പോൾ ഇവിടെ നിന്ന് ടീച്ചറും കുട്ടിയൊക്കെ കളിക്കാറുണ്ട്. നല്ല സുഖമാണ്. ഇതാ നോക്കിയാൽ നല്ല തണുപ്പ് കാറ്റ് ഇവിടെ നിന്ന് അടിക്കും. നല്ല സുഖമാണ്. നമ്മൾ ആര് കളിക്കാനില്ലാത്ത സമയത്ത് ഇവിടെ വന്നിട്ട് നിൽക്കും. അപ്പോൾ നമ്മുടെ പടിഞ്ഞാറ് മുഴുവനായിട്ടൊന്ന് കാണിച്ചു തരാം. നമ്മൾ റീൽസൊക്കെ എടുക്കുമ്പോൾ നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള റീൽസൊക്കെ വേണമെങ്കിൽ ഇവിടെ നിന്നാണ് എടുക്കാറുള്ളത്. ഇന്ന് ഞാനും പൊന്നും മാത്രമേ കളിക്കാനുണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ള കുട്ടനും നന്ദും അവരൊക്കെ ഡാൻസിന് പോയിട്ടുണ്ടായിരുന്നു. നമ്മൾക്കും ഡാൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്ന് വീഡിയോ എടുക്കുന്നത്. പറഞ്ഞ പോലെ നല്ല കാറ്റ് കണ്ടോ, നല്ല കുളിരാണ് ഇവിടെ എടുക്കുമ്പോൾ. ഞാനിപ്പോൾ വീഡിയോ എടുക്കുമ്പോഴാണ് ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഈ പോസ്റ്റിൻ്റെ ഈ ഒരു ഭാഗത്ത് കണ്ടോ, ഒരു മുള്ളു പോലത്തെ ഒരു ചെടി ഇങ്ങനെ താങ്ങി വന്ന് വീണിട്ടുണ്ട്. പൊന്നും നമ്മളെ പോലെ വീഡിയോ എടുത്തിട്ടുണ്ട്. ഹലോ പൊന്നു. ഹലോ 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 ഹലോ. ഓക്കെ, അപ്പോൾ വീഡിയോസൊക്കെ കാണിച്ചു തരാം. ഇവിടെ നമുക്കൊരു വലിയൊരു മരമുണ്ട്. ഇത് ഏത് മരമാണെന്നൊന്നും എനിക്കറിയത്തില്ല. നല്ലൊരു മരം തന്നെയാണ്. എല്ലാ മരം നല്ലതാണല്ലോ. ഇതാണ് നമ്മൾ വിറകൊക്കെ വെക്കുന്ന സ്ഥലമാണിത്. പിന്നെ ഇവിടെ മുഴുവൻ ഞാൻ പറഞ്ഞ പോലെ മുഴുവൻ മരങ്ങളാണ്. ഇവിടെ മരങ്ങൾ മാത്രം അടങ്ങിയ ഒരു സ്ഥലമാണിത്. അതുകൊണ്ട് എന്തൊക്കെയോ മരങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, എന്താണെന്ന് പറയാൻ പറ്റത്തില്ല. ഇത് കണ്ടോ, ഇവിടെ കവുങ്ങുണ്ട്, കവുങ്ങ്, പ്ലാവ്, അങ്ങനെയുള്ള ഒരുപാട് കുരുമുളക്. ഇതാ കണ്ടോ, കുരുമുളക്, അങ്ങനെ ഒരുപാട് മരങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. എന്താണ് പറയലെന്ന് നമുക്കറിയത്തില്ല, എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. അത്രയും കുറേ സംഭവങ്ങളുണ്ട് ഇവിടെ. ഞാൻ കുഞ്ഞുണ്ടാകുമ്പോൾ എൻ്റെ അമ്മ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്ന ഒരു ചെമ്പരത്തിൻ്റെ ഇതാണ്. ഇത് നല്ലോണം ഇതിന് കായ്ക്കാറൊക്കെ ഉണ്ട്. പക്ഷേ അത് എൻ്റെ വണ്ടിയിലുള്ള നമ്മുടെ അങ്കിളിൻ്റെ ചെവിയിൽ ചെമ്പരത്തി പൂവെടുത്ത് ചെവി ചൂടുമ്പോൾ ഈ നാട്ടിൽ ശശാങ്കനാകും അങ്ങനെയുള്ള ഒരു പാട്ടൊക്കെ ഇല്ലേ, അതൊക്കെ പാടിയിട്ട് ഇവിടെയുള്ള ചെമ്പരത്തിയൊക്കെ പറിച്ചിട്ട് ചെവിയിൽ വെച്ചിട്ട് പോകും. അതുകൊണ്ട് ഇവിടെ ഒന്നും യാതൊരു ചെമ്പരത്തിയും കാണാറില്ല. ഇതാ ഇവിടെയൊക്കെ ചെമ്പരത്തിയാണ്. ഇതാ നോക്കി, ഇവിടെയൊക്കെ ചെമ്പരത്തി ഉള്ളതാണ്. ഇതാ ചെമ്പരത്തിൻ്റെ മുട്ട്. ഇത് നാളത്തേക്ക് വളരും. അപ്പോൾ ചെമ്പരത്തി പൂവെടുത്ത് ചെവിയിൽ ചൂടുമ്പോൾ ശശാങ്കനാകും. അത് വീണ്ടും നാളെ തുടങ്ങുന്നതാണ്. നമ്മൾ എല്ലാവർക്കും ഇവിടെ 4 വീടാണുള്ളത്. നമ്മൾ കസിൻസാണ്. അപ്പോൾ എല്ലാവർക്കും ഏറ്റവും കാമായിട്ട് നല്ല വായു ശ്വസിച്ചിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു സ്ഥലം നമ്മുടെ പടിഞ്ഞാറാണ്. ഞാൻ പൊക്കി പറയണതല്ല, ഞാൻ സത്യമാണ് പറയുന്നത്. അത്രയും നല്ല സ്ഥലമാണിത്. എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ഇത് ആക്കാൻ. ഞാൻ ചാനൽ തുടങ്ങിയപ്പോഴേ വിചാരിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഇതൊന്ന് കാണിക്കണമെന്ന്. പക്ഷേ അങ്ങനെ ആദ്യം നിന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ കാണിക്കാമെന്ന് വെച്ചു. ഇതാണ് നമ്മുടെ ഇതുണ്ടോ, ഇവിടെ കുറേ മുള്ളു ചെടികളൊക്കെ ഉണ്ട്. ഇതൊക്കെ കാണിച്ചെന്ന് തോന്നേ. ഇത് ഫൈനലായിട്ട് എല്ലാവരും ഒന്ന് കാണിക്കുകയാണ്. ഇവിടെ ഇങ്ങനെ ചാഞ്ഞ് നിൽക്കുന്ന കുറേ മരങ്ങളുണ്ട്. ഫുൾ മരങ്ങൾ മാത്രം അടങ്ങിയ ഒരു സ്ഥലം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ ഒരു വീഡിയോ ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യാണ്. ബൈ.